ആലപ്പുഴയിൽ കോടികൾ മുടക്കി രാജ്യാന്തര കയർമേള പൊടിപൊടിക്കുമ്പോൾ ജില്ലയിലെ കയർ സഹകരണ സംഘങ്ങൾ തങ്ങൾ വിറ്റ ഉൽപ്പന്നങ്ങളുടെ പണം ലഭിക്കാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. കയർ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര വിപണി കണ്ടെത്താനാണ് മേള എന്ന് വ്യാഖ്യാനിക്കുമ്പോഴും മേളയിൽ പങ്കെടുക്കുന്ന ചെറുകിട വൻകിട ഉൽപ്പാദകർക്ക് യാതൊരു ഫലവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ലെന്ന് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. 4.8 കോടി രൂപയാണ് കയർ വകുപ്പ് ആലപ്പുഴയിൽ കയർ ഫെസ്റ്റ് നടത്തിപ്പിനായി ഇത്തവണ ചിലവാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം ലഭിക്കുമെന്ന് NCRMയും കയർ വകുപ്പും ഒരുപോലെ അവകാശപ്പെടുന്ന ഫെസ്റ്റിവലിന്റെ യഥാർത്ഥ വശമൊന്നു കാണാം. ഇത് ഫെസ്റ്റിവലിൽ 6 വർഷക്കാലമായി പങ്കെടുക്കുന്ന കേരളത്തിലെ പ്രമുഖ കമ്പനികളുടെ പ്രതിനിധികളാണ്. ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായം ഇങ്ങനെ: 6 വർഷമായിട്ട് ഇതുവരെ ഒരു ഓർഡർ പോലും ഇവിടുന്ന് കിട്ടിയിട്ടില്ലേ? നമ്മുടെ പല ബേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്യുന്നവർ ഇവിടെ ഇല്ല. ഒരു പേരിന് വേണ്ടി ഒന്ന് ചെയ്യുന്നു പറയാം. കാര്യം നമുക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഒന്ന് ചെയ്യുന്നു. ഫെസ്റ്റിവൽ വെറുമൊരു പ്രഹസനം മാത്രമാണെന്നും ഇതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ കോടികൾ ചിലവാക്കിയുള്ള ധൂർത്താണ് നടക്കുന്നതെന്നുമാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. അതേസമയം കേരളത്തിലെ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ പരമ്പരാഗത കയർ തൊഴിലാളികൾ മുഴുപട്ടിണിയിലാണ്. എല്ലാ വർഷവും പൈസ മുടക്കം അവർ ഫെസ്റ്റിവൽ നടത്തും. സാധാരണക്കാർക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ പട്ടിണി പാവങ്ങളായി ഞങ്ങൾക്ക് പട്ടിണി ഒഴിവാക്കായിരുന്നു. ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടുന്നു ഇപ്പം കടന്ന്. ആദ്യമേളയിൽ സർവ്വദേപുരം കയർ സൊസൈറ്റിക്ക് ലഭിച്ച ഒരു ഓർഡർ മാത്രമാണ് 6 വർഷത്തിനിടയിൽ സഹകരണ സംഘങ്ങൾക്ക് കയറ്റുമതിക്കായി മേളയിൽ നിന്ന് കിട്ടിയ ഏക അവസരം. കേരളത്തിലെ കയർ തൊഴിലാളികൾ പട്ടിണിയോട് മല്ലിടുമ്പോഴാണ് കോടികൾ ചിലവാക്കിയുള്ള ആഡംബര കയർ മാമാങ്കം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നത്. EMS സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.